യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. അവിടുന്ന് നമ്മോട് കൽപ്പിച്ചിട്ടുള്ള വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നുണ്ടോ? അത് മറ്റുള്ള നമ്മുടെ സഹോദരങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് അവിടുന്ന് അരുൾ ചെയ്തു. ഈ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ നാം എത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്? നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് വചനം. ആ വചനം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്കണം. ഒരു വ്യക്തിയുടെ ജീവിതസാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നമുക്ക് വചന സന്ദേശം നൽകുന്നത് കാരീസ് ഭവനിലെ അനീഷ് മുണ്ടിയാനിക്കൽ അച്ഛനാണ്. അച്ഛൻ്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. എൻ്റെ പേര് ഡയന. ഞാൻ മറ്റക്കരയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ സാക്ഷ്യം പറയുന്നത്, എൻ്റെ മമ്മി ഇവിടെ 9 ശനിയാഴ്ച അടുപ്പിച്ച് വന്ന് നേർന്ന് പ്രാർത്ഥിച്ച് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് OET പാസ്സായി. ഇത് OET പാസ്സായെന്നല്ല ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. ഞാനിവിടെ വന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു സാക്ഷ്യം പറയലും ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ധ്യാനം കൂടിയിട്ടുണ്ടെങ്കിലും ഈ വക കാര്യങ്ങളോടൊന്നും എനിക്ക് വലിയ വിശ്വാസം തോന്നിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കയറി വന്ന് നിന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞാനും കഴിഞ്ഞ ശനിയാഴ്ച ഇതേ സാക്ഷ്യം ഞാൻ കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് ഇതേ ശനിയാഴ്ച കിട്ടുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വന്ന് നിന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ഞാനിവിടെ നിങ്ങൾ ഇതുപോലെ തന്നെ ഇരുന്നപ്പോൾ ഞാനും നേർന്ന് പ്രാർത്ഥിച്ചു. അത് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ആരാധനയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞു, ഇതുപോലെ പാസ്സാവാൻ വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ഒരു കൊച്ചിന് OET എക്സാം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അതിലൊരാൾ ഞാനാണെന്ന് ഞാൻ ഏറ്റെടുത്ത് ആമേൻ പറഞ്ഞ്, വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നെങ്കിലും ഇതിൽ എനിക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അങ്ങ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ മമ്മി ഇവിടെ വന്ന് കാര്യസിനെ എപ്പോഴും മിക്കവാറും തന്നെ കാണാറുണ്ട്. എന്നെയും കൊണ്ട് വരുമ്പോഴും പോയി എന്നെ കൂട്ടി കാണുമായിരുന്നു. അതിലൊന്നും ഞാൻ വിശ്വസിച്ചില്ല. കാരണം ഈ OET എഴുതുന്നതിന് മുമ്പ് 1 വർഷം നിന്ന് ഞാൻ ഈ IELTS പഠിച്ച് എഴുതിക്കൊണ്ടിരുന്നതാണ്. അപ്പം തുടരത്തിലുള്ള നിരാശകളും കുറ്റങ്ങളും എല്ലാവരും 1 വർഷം കളഞ്ഞു നിന്ന് ഇങ്ങനെ ചെയ്യുന്നു. അങ്ങനെ മൊത്തത്തിൽ കേട്ട് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സ്റ്റേജ് എനിക്ക് തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ എന്നെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ധ്യാനം പോയി കൂടിക്കൊണ്ടിരുന്നതാണ്. അത് കാരണം എനിക്ക് ഇടയ്ക്കൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റി. പക്ഷേ ഇപ്പം ഈ ലാസ്റ്റ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ റിസൾട്ട് അത് ഞാൻ ഒരിക്കലും എൻ്റെ കഴിവിൽ ഞാൻ ഇത് ചെയ്യുന്നില്ല. കാരണം ഒരു 10 ലിസണിംഗ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ 10 ഉത്തരത്തിൽ കൂടുതൽ ശരിയായിട്ടുള്ള ഒരു ഉത്തരം ഞാൻ എഴുതിയിട്ടില്ലെന്ന് എനിക്ക് തന്നെ ഉറപ്പാണ്. ആ എഴുതിയ ഉത്തരം ഞാൻ ഊഹിച്ചെഴുതിയത് മൊത്തം കർത്താവായ യേശുവിൻ്റെ ഒരു കൃപയിൽ ആ നിമിഷം എന്നെ കൊണ്ട് യേശു എന്താണോ തോന്നിപ്പിച്ച് എഴുതിപ്പിച്ചത് അതാണ് ഞാൻ എഴുതിയത്. അതിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇത് മൊത്തം ഞാൻ യേശുവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഈ വിജയം തന്ന ഇത്രയും എന്നെ ഉയർത്തിയ ഇങ്ങനെ ഒരു ഇതിൽ വന്ന് നിന്ന് എന്നെ കൊണ്ട് ഇങ്ങനെ ആക്കി മാറ്റാൻ ക്രൂശിതനായ യേശുവിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് വലിയ നന്ദിയും സ്തുതിയും
ആരാധനയും സമർപ്പിക്കുന്നു. പിന്നെ ഒരു സാക്ഷ്യം, ഒത്തിരി നീട്ടല്ലെന്ന് പറഞ്ഞു എങ്കിലും കഴിഞ്ഞ ശനിയാഴ്ച ഇതേ ഇതിൽ ഞാൻ വന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞായിരുന്നു, ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചെല്ലും, പക്ഷേ എല്ലാവരും പലതായിട്ടും പല വിധത്തിലുമായിരിക്കും. ഇനി ഞാനിരിക്കുവാണെങ്കിലും കുടുംബ പ്രാർത്ഥനയിൽ അതുവരെ സംസാരിക്കാത്ത ഞാൻ ഭയങ്കര സംസാരങ്ങളും ഭയങ്കര കാര്യങ്ങളും അതുവരെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ആ സമയത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന മിക്കവാറും 1 മണിക്കൂർ എന്നുള്ള 2 മണിക്കൂർ വരെ ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. 7 തുടങ്ങിയിട്ട് 9 വരെ ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ പപ്പ അങ്ങനെ സ്ഥിരം പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന കൂട്ടത്തിലല്ല, ആ സമയമാകുമ്പം കവലയിലേക്ക് പോകുന്ന ഒരാളാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും കാണും, അരിയോ ഉപ്പോ ഉള്ളി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പോകും. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച പറഞ്ഞപ്പം ഞാൻ എൻ്റെ പപ്പായനെ ഞാൻ സംഭവിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ മമ്മി അതേ കാര്യം തന്നെയാണ് വർഷങ്ങളായിട്ടും നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ ദിവസം തൊട്ട് ഇതുവരെ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് പ്രാർത്ഥന എഴുതിയിട്ടിരിക്കുന്നത്. അതുപോലെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പപ്പയാണ് ഏറ്റവും ആദ്യമേ വന്നിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത്, ആ സമയത്ത് കുളിക്കാനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന പപ്പ ഇപ്പം വന്നിട്ട് ആദ്യമേ പറയുന്നത് നമുക്ക് ഇരുന്ന് പ്രാർത്ഥന എഴുതിയിട്ട് പോകാമെന്നാണ് ഞാൻ കേട്ടത്. ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല. ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും യേശുവിന് 1000 നന്ദിയും സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. മിശിഹായിൽ സ്നേഹമുള്ള ക്ഷമ ഇസ്രായേലിൻ്റെ പ്രേക്ഷകരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ നയിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു വചന ഭാഗത്തേക്കാണ്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ദൈവാനുഗ്രഹങ്ങളും അതിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന പ്രതിഫലവുമൊക്കെയാണ് നമ്മൾ വചനത്തിലൂടെ കേൾക്കുക. ഇതിനായി നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം 29-ാമത്തെ വചനം നമ്മൾ കേൾക്കുകയാണ്. അതിപ്രകാരം പറയുന്നു, ഉള്ളവന് കൂടുതൽ നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും എന്ന് വചനം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ഈശോ ഇങ്ങനൊരു കാര്യം പറയാൻ എന്താണ് ഈശോയ്ക്ക് പ്രേരകമായത്? ഉള്ളവന് കൂടുതൽ നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടും. നമ്മൾ ലോകത്തേക്കൊന്ന് കണ്ണു നോടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ദൈവം സഹായിക്കേണ്ടത് കുറവുള്ളവരെയാണ്. ശരിക്കും അതാണ് വേണ്ടത്. ദൈവത്തിൻ്റെ സഹായം കൊണ്ടല്ലാതെ കുറവുള്ളവന് വളർന്നു വരാൻ പറ്റില്ല. എന്നാൽ ഇവിടെ വചനം നേരെ വിരുദ്ധമായ കാര്യമാണ് പഠിപ്പിക്കുക. ഉള്ളവന് കൂടുതൽ നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടും. ഇത് അന്യായമല്ലേ? ഇത് അനീതിയല്ലേ എന്ന് നമുക്കൊക്കെ ചിന്തിക്കാനുള്ള എല്ലാ കാരണങ്ങളുമുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഈശോ ഇങ്ങനെ ഒരു കാര്യം വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ പ്രമേയങ്ങൾ മുഴുവൻ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. 10 കന്യകമാരുടെ ഉപമയും അതുപോലെ തന്നെ താലന്തുകളുടെ ഉപമയും അതിനുശേഷം അന്ത്യവിധിയെക്കുറിച്ചുള്ള ഈശോയുടെ മുന്നറിയിപ്പും അതെങ്ങനെയായിരിക്കുമെന്നുള്ള മുന്നറിയിപ്പും ഒക്കെയാണ് ഈ 25-ാമത്തെ അധ്യായത്തിലൂടെ വിശുദ്ധ മത്തായി സുവിശേഷകൻ നമുക്ക് പറഞ്ഞു തരിക. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്വർഗരാജ്യത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് സ്വർഗരാജ്യത്തെക്കുറിച്ച് ഈശോ പഠിപ്പിച്ച കാര്യങ്ങളാണ് ആധികാരികമായ പ്രബോധനങ്ങൾ. കാരണം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രനാണ് സ്വർഗത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഏറ്റവും യോഗ്യനായ വ്യക്തി. അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഈശോ സ്വർഗരാജ്യത്തെക്കുറിച്ച് ഈ ഭൂമിയെ പഠിപ്പിക്കുമ്പോൾ ഈശോ ഉദാഹരണങ്ങളിലൂടെയാണ് പഠിപ്പിക്കുന്നത്. കാരണം സ്വർഗത്തെക്കുറിച്ച് നമുക്ക് ഈ ഭൂമിയിലുള്ളവർക്ക് മനസ്സിലാക്കുവാൻ ഭൂമിയിലെ ഉദാഹരണങ്ങൾ എടുത്തു കാണിച്ച് ഈശോ ഉദാഹരണം സഹിതം നമുക്ക് പറഞ്ഞു തരികയാണ്. സ്വർഗരാജ്യം എന്താണ് എന്നുള്ളതിന് ഈ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ ഈശോ പഠിപ്പിക്കുന്ന ഈ ഒരു താലന്തുകളുടെ ഉപമയാണ് ഈശോ ഉപയോഗിക്കുക. അതിപ്രകാരമാണ് പറയുന്നത്, ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തൻ്റെ സമ്പത്ത് എല്ലാം തൻ്റെ ഭൃത്യന്മാരെ വിളിച്ച് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. അതായത് തൻ്റെ സമ്പത്ത് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് ഏൽപ്പിച്ചതുപോലെയാണ് ദൈവരാജ്യം എന്നാണ് ഈശോ പറയുന്നത്. ഇനി എങ്ങനെയാണ് അത് ഏൽപ്പിച്ചത്? എങ്ങനെയാണ് ഈ സമ്പത്ത് ഏൽപ്പിച്ചത്? അവൻ ഓരോരുത്തരെയായിട്ട് വിളിച്ചിട്ട് ഓരോരുത്തരുടെ കഴിവനുസരിച്ച് ഒരുവൻ 5 മറ്റൊരുവന് 2 മറ്റൊരുവന് 1 താലന്തുകൾ കൊടുത്തു. ഓരോരുത്തരുടെ കഴിവനുസരിച്ച്. പ്രിയപ്പെട്ടവരെ, ഈ യജമാനൻ അല്ലെങ്കിൽ ഈ മനുഷ്യൻ, സമ്പന്നനായ വ്യക്തി, അദ്ദേഹം നേരത്തെ തന്നെ ഈ ഭൃത്യന്മാരുമായിട്ട് പരിചയമുള്ളവരാണ്.
ഇദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാരായിട്ട് അവർ കഴിയുന്നവരാണ്. പല വിധത്തിലും അവരുടെ കഴിവുകളെക്കുറിച്ച് എന്തൊക്കെയാണ് അവർക്കുള്ള കഴിവുകളെന്നും എങ്ങനെയൊക്കെയാണ് അവർ ഉപയോഗിക്കാൻ പോകുകയെന്നും സമ്പത്ത് കൊടുത്താൽ എന്ത് ചെയ്യുമെന്നും അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഇങ്ങനെ താലന്തുകൾ കൊടുത്താൽ അവരെന്ത് ചെയ്യുമെന്നും ഒക്കെ ഏകദേശ ധാരണയുള്ള ഈ മനുഷ്യനാണ് ഇദ്ദേഹം തൻ്റെ ഭൃത്യന്മാരെ വിളിച്ചിട്ട് ഈ താലന്തുകൾ ഏൽപ്പിക്കുക. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുപോലെ വിതരണം ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിനെ നമുക്ക് ആർക്കും ചോദ്യം ചെയ്യാനാവില്ല. ഒരു വ്യക്തിക്ക് തൻ്റെ സമ്പത്ത് തനിക്കിഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കുവാനുള്ള ആ ഒരു സ്വാതന്ത്ര്യവും ആ ഒരു അവകാശമൊക്കെയുണ്ട്. ഇദ്ദേഹം ഒരാൾക്ക് കഴിവനുസരിച്ച് 5, മറ്റൊരാൾക്ക് കഴിവനുസരിച്ച് 2, വേറൊരാൾക്ക് കഴിവനുസരിച്ച് 1 കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കഴിവനുസരിച്ച് അവർക്ക് കൊടുത്തു. കാരണം ഈ മനുഷ്യൻ തീരുമാനിക്കുകയാണ്, അയാൾക്ക് 5 കൊടുത്താൽ അയാൾ ഈ 5 കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അയാൾക്ക് സാധിക്കും, 2 കൊണ്ട് ചെയ്യാൻ സാധിക്കും, 1 കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഇദ്ദേഹം അതിനുശേഷം യാത്രയ്ക്ക് പോയി തിരികെ മടങ്ങി വരുമ്പോൾ ഇദ്ദേഹം ഈ ഭൃത്യന്മാരെ വിളിച്ചിട്ട് താൻ ഏൽപ്പിച്ചിരുന്ന താലന്തുകൾ തിരികെ ചോദിക്കുന്നു. അപ്പോൾ 5 കൊടുത്തവൻ ആദ്യം മുന്നോട്ട് വന്നിട്ട് അവൻ 10 എടുത്ത് യജമാൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, യജമാനനെ, ഇത് അങ്ങനെക്ക് തന്നത് 5 ആണ്, ഞാനിത് 5 കൂടി സമ്പാദിച്ചിരിക്കുന്നു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നുകൊണ്ട് നിന്നെ അനേക കാര്യങ്ങൾ ഞാൻ നിന്നെ ഭരമേൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, തിരികെ വന്ന് കണക്ക് ചോദിക്കുമ്പോൾ കൊടുത്തതിൻ്റെ ഇരട്ടി എടുത്തു വെക്കുന്നത്. അതായത് ഈ മനുഷ്യൻ ഈ താലന്ത് കൊണ്ടുപോയി അതുകൊണ്ട് അധ്വാനിച്ച് അത് ഉപയോഗിച്ച് ഇദ്ദേഹം യജമാനം മടങ്ങി വരുമ്പോഴേക്കും അത് ഇരട്ടിയാക്കി മാറ്റിയിരുന്നു. അതിന് കൊടുക്കുന്ന പ്രതിഫലം ഇതാണ്. അങ്ങനെ ഇരട്ടിയാക്കി മാറ്റിയത് മുൻപിലേക്ക് വയ്ക്കുമ്പോൾ യജമാനൻ പറയുന്ന കാര്യം ഇതാണ്, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ. അതായത് കൊടുത്തത് ഇരട്ടിപ്പിച്ചവന് അവനെ നല്ലവനും വിശ്വസ്തനുമായിട്ട് കാണുന്ന യജമാനൻ. രണ്ടാമത്തവൻ വന്നിട്ട് 2 താലന്തുകൾ അവന് കൊടുത്തിരുന്നു എന്ന് അവൻ പറയുന്നു. അതിനുശേഷം പറഞ്ഞു, ഞാനിതാ 4 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത് ഇരട്ടിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് തന്നതും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ 2 പേരും തുല്യമായിട്ടാണ് അധ്വാനിച്ചത്. അവർക്ക് കിട്ടിയതിൻ്റെ ഇരട്ടി അവർ ഈ യജമാനൻ്റെ മുമ്പിൽ ഏൽപ്പിക്കുകയാണ്. ഒരുപക്ഷെ കഴിവനുസരിച്ചാണ് അവർക്ക് കൊടുത്തത് എങ്കിലും കഴിവനുസരിച്ച് ഓരോരുത്തരുടെയും കഴിവനുസരിച്ചാണ് കൊടുത്തത്. 5 10 കഴിവുള്ളവൻ 5 10 കൊടുത്തു, എന്നാൽ 2 4 കഴിവുള്ളവൻ 2 കൊടുത്തു. പക്ഷെ 2 പേരും ഒരുപോലെ അധ്വാനിച്ചു നമുക്ക് മനസ്സിലാക്കും. കാരണം അവർ തങ്ങളുടെ കയ്യിൽ കിട്ടിയതിനെ വർദ്ധിപ്പിച്ച് അത് ഇരട്ടിയാക്കി മാറ്റി. അപ്പോൾ ഒരളവ് നോക്കുമ്പോൾ 2 പേരും തുല്യ ജോലിയാണ്, നന്നായിട്ട് അധ്വാനിച്ച് നേരെ ഇരട്ടിയാക്കി മാറ്റി. ഇനി മൂന്നാമൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ പറയുകയാണ്, അവൻ ആദ്യം ഈ യജമാനനെ വിലയിരുത്തുകയാണ്. അതായത് അവൻ കൊടുത്ത സമ്പത്തിനെക്കുറിച്ച് അവന് ചിന്തയൊന്നുമില്ല. അവന് 1 താലന്തേ കൊടുത്തുള്ളൂ. ആ 1 താലന്ത് കുറവായി പോയെന്നോ കൂടിപ്പോയെന്നോ അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തുവെന്നോ ചെയ്യാൻ പറ്റിയില്ലെന്നോ അല്ല അവൻ്റെ പ്രശ്നം. അവൻ ഈ കൊടുത്തവനെ കുറ്റം പറയുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. യജമാനനെ കുറ്റം പറയുന്ന രീതിയിൽ അവൻ ഇങ്ങനെയാണ് പറയുന്നത്, നിന്നെ എനിക്കറിയാം, യജമാനൻ എനിക്കറിയാം, നീ വിതയ്ക്കാത്തടുത്ത് കൊയ്യുകയും വിതറാത്തടുത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതായത് യജമാനൻ്റെ സ്വഭാവം ഇതാണ്. അതായത് നീ വിതയ്ക്കാത്തടുത്ത് നിന്ന് കൊയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ വിതയ്ക്കാതെ കൊയ്യാൻ പറ്റില്ലല്ലോ. എന്നാലും വിതയ്ക്കാതെ, അതായത് ഒന്നും കൊടുക്കാതെ പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവനും അല്ലെങ്കിൽ നീ വിതറാത്തടുത്ത് നിന്ന് ശേഖരിക്കുന്നവൻ, അതായത് ഒന്നും നിക്ഷേപിക്കാതെ പോയി സ്വീകരിക്കാൻ വേണ്ടി കടന്നു വരുന്നു. അതായത് അത്രമാത്രം കഠിന ഹൃദയനാണ് നീ എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. എന്നിട്ട് ഈ കുറ്റം പറഞ്ഞ ശേഷം ഇവൻ പറയുകയാണ്, അതുകൊണ്ട് എനിക്ക് കിട്ടിയത് 1 ഞാനത് മൂടി വെച്ചു, അത് മണ്ണിനടിയിൽ കുഴിച്ചിട്ടു, ഇതാ ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്, നീ ഇതെടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഈ യജമാനെ അതൃപ്തനാക്കി. അദ്ദേഹം പറയുകയാണ്, എടാ, ഞാൻ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തടത്ത് നിന്ന് ശേഖരിക്കുന്നവനുമാണ്, നിനക്കറിയാമായിരുന്നല്ലോ. അങ്ങനെയെങ്കിൽ നീ ശരിക്കും ഈ 1 താലന്ത് നീ പണം ഇരട്ടിപ്പുകാർക്ക് കൊടുത്തിട്ട് സമ്പത്ത് പണം കൈകാര്യം ചെയ്യുന്നവർക്ക് പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിച്ചിട്ട് ഞാൻ വരുമ്പോൾ അതിൻ്റെ പലിശയെങ്കിലും നിനക്ക് മേടിച്ച് തരാമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ടാണ് ഈശോ പറയുന്നത്, അതിൻ്റെ അവസാനമായിട്ട് കൺക്ലൂഷനായിട്ട് പറയുന്നത്, ഉള്ളവന് കൂടുതൽ നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, എന്താണ് കർത്താവിൻ്റെ മനോഭാവം? സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ചില മനോഭാവങ്ങൾക്ക് മാറ്റം വരുത്തണം. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദാനങ്ങൾ അത് പലതുണ്ടാവാം. ചിലർക്ക് 5, ചിലർക്ക് 2, ചിലർക്ക് 3, ചിലർക്ക് 4, ചിലർക്ക് 1. പ്രിയപ്പെട്ടവരെ, ഒന്നും നൽകാത്തവരായിട്ട് ആരുമില്ല, ഉണ്ടാവില്ല. ഈ ലോകത്ത് ഏതെങ്കിലുമൊക്കെ കഴിവുകളുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഒട്ടും കഴിവില്ല എന്ന് പറയുന്ന വ്യക്തികൾക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ കർത്താവ് കഴിവുകൾ കൊടുത്തിട്ടുണ്ടാവാം. ആരെയും എഴുതി തള്ളരുത്, ആരെയും പുച്ഛിച്ച് അവഹേളിക്കരുത്. ഒരുപക്ഷെ ബുദ്ധിപരമായിട്ട് കഴിവുള്ളവരുണ്ടാവാം, അതുപോലെ തന്നെ ശക്തിയിൽ കഴിവുള്ളവരുണ്ടാവാം, നല്ല ബിസിനസ്സുകാരുണ്ടാവാം, നല്ല കൂലിപ്പണിക്കാരുണ്ടാവാം,
നല്ല അധ്യാപകരുണ്ടാവാം, അതുപോലെ തന്നെ ഒരുപക്ഷെ നല്ല ഏതെങ്കിലും തരത്തിലുള്ള കൃഷിപ്പണി ചെയ്യുന്ന ആളുകളുണ്ടാവാം. അങ്ങനെ ദൈവം തൻ്റെ കഴിവുകൾ, ദൈവം തൻ്റെ സമ്പത്ത്, തൻ്റെ കഴിവുകളാകുന്ന സമ്പത്തുകൾ വിവിധങ്ങളായ രീതിയിലാണ് വിവിധ വ്യക്തികൾക്ക് നൽകിയിരിക്കുന്നത്. ഈ ലോകത്ത് 750 കോടി ആളുകൾ ഉണ്ട്. 750 കോടി ആളുകളിലൂടെയും ദൈവം ആഗ്രഹിക്കുന്നത് താൻ നൽകിയ സമ്പത്ത്, കഴിവുകൾ ഉപയോഗിച്ച് അത് ഇരട്ടിപ്പിച്ച് അത് ഭംഗിയായിട്ട് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഓരോരുത്തരും നിർവഹിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കഴിവുകളെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഒരിക്കലും പരാതി പറയരുത്. നിനക്ക് നൽകിയിരിക്കുന്ന കഴിവ്, നിൻ്റെ കഴിവനുസരിച്ചുള്ള കഴിവ് നിനക്ക് നൽകിയിട്ടുണ്ട്. നിനക്ക് ആവശ്യമുള്ള കഴിവ് നൽകിയിട്ടുണ്ട്. നിനക്കൊരു കുടുംബജീവിതം നയിക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അത് നിൻ്റെ ഇഷ്ടപ്രകാരം വിനിയോഗിച്ച് നശിപ്പിച്ച് കളയാതെ ദൈവഹിതത്തിന് അനുരൂപപ്പെട്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി നീ അത് പ്രയോജനം വരുന്ന വിധത്തിൽ പ്രവർത്തിക്കണം. ഒന്ന്, ദൈവവുമായിട്ട് ആലോചന ചെയ്യണം. രണ്ട്, നിൻ്റെ ചുറ്റിലുമുള്ള, നിൻ്റെ കൂടെയുള്ള, നിൻ്റെ കുടുംബത്തിന്, നിൻ്റെ സമൂഹത്തിന്, നീ വസിക്കുന്ന സ്ഥലത്ത് ഉള്ള ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ അത് പ്രവർത്തിപ്പിക്കാനായിട്ട് തയ്യാറാകണം. അതുകൊണ്ടാണ് കർത്താവ് ഈ താലന്തുകളുടെ ഉപമ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. ചിലർ പറയുന്നത് എനിക്കൊന്നും കിട്ടിയിട്ടില്ല, എനിക്കൊരു കഴിവുമില്ല, ഞാനൊരു കഴിവില്ലാത്ത വ്യക്തിയാണ്, എന്നെ എന്തിനു കൊള്ളാം, എനിക്ക് പഠിക്കാനുള്ള കഴിവില്ല, എനിക്ക് അല്ലെങ്കിൽ പാട്ടുപാടാനുള്ള കഴിവില്ല, പ്രസംഗിക്കാനുള്ള കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്ന ഒത്തിരി പേരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രസംഗിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവില്ല, പാട്ടുപാടാനുള്ള കഴിവുണ്ടാവില്ല, ഒരു പക്ഷേ പഠിക്കാനുള്ള കഴിവുണ്ടാവില്ല. പക്ഷേ ദൈവം നിൻ്റെ ഉള്ളിൽ വെച്ച് തന്നിരിക്കുന്ന മറ്റു ചില കഴിവുകളുണ്ട്. ഓരോ വ്യക്തികൾക്കുമുണ്ട്. നന്നായിട്ട് സ്നേഹിക്കാൻ കഴിവുള്ളവരുണ്ട്, നന്നായിട്ട് മറ്റുള്ളവരെ പരിചരിക്കാൻ കഴിവുള്ളവരുണ്ട്, നന്നായിട്ട് കൃഷി ചെയ്യാൻ കഴിവുള്ളവരുണ്ട്. എന്ത് വെച്ചാലും, എന്ത് കുഴിച്ചു വെച്ചാലും അത് ഫലം പുറപ്പെടുവിക്കുന്ന രീതിയിൽ കൈപുണ്യം നൽകിയിരിക്കുന്ന ആളുകളുണ്ട്. ദൈവം വിവിധങ്ങളായ കഴിവുകൾ വിവിധ വ്യക്തികൾ കൊടുത്തിട്ടുണ്ട്. നിനക്ക് ലഭിച്ചിരിക്കുന്ന കഴിവ് നീ അത് ദൈവനാമമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുക, ഒപ്പം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. അതാണ് ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. 5 താലന്തുള്ളവന് ഒരുപക്ഷെ വേണമെങ്കിൽ അത് 5 ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവന് മാറ്റി വയ്ക്കാമായിരുന്നു. എന്നാൽ അവൻ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധ്വാനിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ 5 താലന്ത് അവൻ എന്ത് ചെയ്തുവെന്ന് വചനം പഠിപ്പിക്കുന്നില്ല. എങ്ങനെയാണ് അവൻ ഇരട്ടിപ്പിച്ചതെന്ന് അവൻ വചനം പഠിപ്പിക്കുന്നില്ല. എങ്കിലും അവൻ ഇരട്ടിപ്പിക്കാൻ സാധിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്ന കഴിവുകൾ അത് തിരിച്ചറിഞ്ഞ് ആ കഴിവുകൾ ഉപയോഗിച്ച് ആ കഴിവിനെ വർദ്ധിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന കഴിവിനെ വളർത്തിക്കൊണ്ട് വരണം. നമ്മുടെ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ നമ്മുടെ പഠനവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന കഴിവുകളുമൊക്കെ ഇതിനു വേണ്ടിയാവണം. ദൈവം തന്ന കഴിവിനെ വളർത്തിക്കൊണ്ടുവരുവാൻ, ദൈവം തന്ന ആ വിളിയെ വളർത്തിക്കൊണ്ടുവരുവാനുള്ളതാവണം നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ആരെയും നമ്മൾ ഉപേക്ഷിക്കരുത്. ഈ ലോകത്ത് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയും ഈ ലോകത്തിന് വേണ്ടാത്തവരായിട്ടില്ല. എല്ലാവരെയും ദൈവത്തിന് ആവശ്യമുള്ളതാണ്. എല്ലാ വ്യക്തികളെ കൊണ്ടും അതിൻ്റെതായ പ്രയോജനമുണ്ട്. ദൈവം നൽകിയിരിക്കുന്ന വ്യക്തികളെ ആരും പുച്ഛിച്ച് തള്ളരുത്. ആ ഒരു വ്യക്തിക്ക് കഴിവില്ല. പലപ്പോഴും നമ്മൾ മക്കളെക്കുറിച്ചും അതുമല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും ഒക്കെ കമൻറ്റ് പറയാറുണ്ട്. ചിലപ്പോൾ അഭിപ്രായങ്ങൾ നടത്തണം. അയാളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ആ വ്യക്തിയെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അവളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഒന്നിനും ഒരർത്ഥമില്ലാത്തതില്ല. എല്ലാറ്റിനെ കൊണ്ടും പ്രയോജനമുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രയോജനം മനസ്സിലാക്കുക. ഒന്നിൻ്റെതായ മെച്ചമുണ്ട്. കാരണം ആ ഒന്ന് നൽകിയിരിക്കുന്നത് അത് സൃഷ്ടാവായ ദൈവം തന്നെയാണ്. ഒരു കഴിവ് കുറവായിരിക്കുമുള്ളത്, തീരെ കഴിവ് കുറഞ്ഞ വ്യക്തിയായിരിക്കാം. പക്ഷേ ആ കഴിവ് കുറഞ്ഞ വ്യക്തിയെ കൊണ്ട് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം എവിടെയാണ് നമ്മുടെ ജീവിതത്തിലെ കഴിവുകളുള്ളത്. പലപ്പോഴും കുഞ്ഞുങ്ങളെയും കൊണ്ട് പ്രാർത്ഥിക്കാനൊക്കെ കടന്നു വരുമ്പോൾ ചിലരൊക്കെ വരാറുണ്ട്, അച്ഛാ എൻ്റെ കുഞ്ഞ് പഠിക്കുന്നില്ല, അവന് പഠിക്കാൻ താല്പര്യമില്ല, പഠിച്ചത് മുഴുവൻ മറന്നു പോവുകയാണ്, പഠിക്കുന്നത് മുഴുവൻ എഴുതി വെക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവർ, ഇങ്ങനെയുള്ള പഠന വൈകല്യവുമായിട്ട് പഠന കുഞ്ഞുങ്ങളുണ്ട്. അവരെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ട്. പഠന വൈകല്യമുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾ ഒരു വേദനയും വിഷമം ഉണ്ടാവേണ്ട കാര്യമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് പഠിക്കാനുള്ള കഴിവ് കുറവിന് കാരണം നിങ്ങളാരുമല്ല, മറ്റൊന്നുമല്ല, അത് ദൈവം ആ കുഞ്ഞിനെ അങ്ങനെ തന്നെ നൽകിയിരിക്കുന്നത്. അന്ധനായ വ്യക്തിയെ ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നു, അവൻ്റെ മാതാപിതാക്കളെയോ പാപം മൂലമാണോ ഇവൻ അന്ധനായി തീർന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, അല്ല, ദൈവത്തിൻ്റെ മഹത്വം ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്.
എത്രയോ കഴിവ് കുറഞ്ഞ കുഞ്ഞുങ്ങൾ വളർന്നു വന്ന് വലിയ വലിയ വ്യക്തികളായിട്ട് മാറിയിട്ടുണ്ട്. എത്രയോ കഴിവ് കുറഞ്ഞവർ, ബുദ്ധിപരമായിട്ട് കഴിവില്ലാത്തവർ, പഠിക്കാൻ കഴിവില്ലാത്തവർ, എത്രയോ പേര് ഉന്നതങ്ങളിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഒരു പക്ഷേ ചിന്തിക്കും, പഠിക്കാനും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലുമൊക്കെ ഏറ്റവും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും ഉയരങ്ങളിലെത്തുന്നത്. അല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ശിഷ്യന്മാരെ തന്നെ എടുത്തു നോക്കുക. സമൂഹത്തിലെ വിജ്ഞാനികളെയും വിവേകികളെയും അറിവുള്ളവരെയും ബുദ്ധിമാന്മാരെയും രാജാക്കന്മാരെയും ഒക്കെ മാറ്റി നിർത്തിയിട്ട് ദൈവം തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാരെ നോക്കുക. ഏറ്റവും കഴിവ് കുറഞ്ഞെന്ന് ഗണിക്കപ്പെടുന്ന മുക്കുവന്മാരെയും ഏറ്റവും കഴിവ് കുറഞ്ഞെന്ന് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന സമൂഹത്തിലെ ഏറ്റവും അധപ്പതിച്ചവരെയും ഒക്കെയാണ് ദൈവം തിരഞ്ഞെടുത്ത് തൻ്റെ പ്രിയപ്പെട്ടവരാക്കി മാറ്റിയത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ എല്ലാവർക്കും ഒരേ മൂല്യമാണുള്ളത്. എല്ലാ ആത്മാക്കൾക്കും ഒരേ മൂല്യമാണുള്ളത്. അതുകൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കാം. കഴിവ് കുറവുണ്ടെന്ന് തോന്നുന്ന മക്കളെ അവരുടെ കഴിവുകൾ കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുക. അധ്യാപകരും മാതാപിതാക്കളുടെ കടമയാണത്. അവരുടെ കടമയാണ് കഴിവ് കുറഞ്ഞ മക്കളുടെ കഴിവ്, ഏത് മേഖലയിലാണ് അവർ കഴിവുള്ളത് അത് കണ്ടെത്തുക, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ, വളർത്തുക. അതാണ് ദൈവം നമുക്ക് നൽകുന്ന പാഠം, അതാണ് ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം. അതുകൊണ്ട് ഈശോ പഠിപ്പിക്കുന്നു, ഉള്ളവന് കൂടുതൽ നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടും. അതെന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഇതാണ്, ഉള്ളവന് കൂടുതൽ നൽകപ്പെടും. ദൈവം തന്നതിനെ മാനിക്കുന്നവന്, ദൈവം തന്നത് തിരിച്ചറിഞ്ഞവന്, അവന് കൂടുതൽ നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാകും. ഉള്ളവന് കൂടുതൽ നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാകും. അതായത് ദൈവം നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകളെ നീ കണ്ടെത്തുക. നിൻ്റെ വിദ്യാഭ്യാസ സമയത്ത്, നിൻ്റെ കുടുംബജീവിതത്തിൽ നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളെ തിരിച്ചറിയുക. ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന കഴിവുകളെ തിരിച്ചതിനെ അംഗീകരിക്കുക, ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. പലപ്പോഴും പലരും പരാതിപ്പെട്ടുകളുമായിട്ട് വരാറുണ്ട്. പ്രാർത്ഥനകൾ വെറും പരാതികളായിട്ട് മാറാറുണ്ട്. എനിക്കതില്ല, ഇതില്ല. പ്രിയപ്പെട്ടവരെ, അതിന് പകരമായിട്ട് ദൈവം നിനക്ക് തന്നിരിക്കുന്നതിനെ നീ കണ്ടെത്തുക. ഈ 5 താലന്ത്, 2 താലന്ത്, ഈ 1 താലന്ത് അതെന്താണെന്ന് കണ്ടെത്തി ദൈവത്തിന് നന്ദി പറയുക. ഉള്ളവന് കൂടുതൽ നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ ലഭിച്ചിരിക്കുന്ന കഴിവ് നിൻ്റെ പരമാവധി ശക്തിയിൽ നീ ഉപയോഗിക്കുക. അവന് കൂടുതൽ നൽകപ്പെടും, നിനക്കതുകൊണ്ട് സമൃദ്ധിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. എന്നാൽ നേരെ തിരിച്ചോ, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും. ഇല്ലാത്തവനിൽ നിന്ന് 1 താലന്ത് എനിക്ക് കിട്ടിയിട്ടുള്ളൂ, എനിക്ക് ഇത്രയല്ലേ കിട്ടിയിട്ടുള്ളൂ, എനിക്ക് ആകപ്പാടുള്ള കഴിവിതാണ്, എനിക്ക് ആകപ്പാടെ കിട്ടിയിരിക്കുന്ന സമ്പത്ത് ഇതാണ്, എനിക്ക് ആകപ്പാടെ കിട്ടിയിരിക്കുന്ന സ്ഥലം ഇതാണ്, ഈ 1 സെൻറ്റ് സ്ഥലം എനിക്ക് കിട്ടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും സമ്പത്ത് എനിക്ക് കിട്ടിയുള്ളൂ, ഈ ഒരു ചെറിയ ജോലി എനിക്ക് കിട്ടിയുള്ളൂ എന്ന് പരാതി പറയുന്ന വ്യക്തിക്ക് ഒരു കാലത്തും എൻ്റെ പ്രിയപ്പെട്ടവരെ ഉയർന്നു വരാൻ പറ്റില്ല എന്ന് ദൈവവചനം അടിവരയിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇല്ലായ്മയെക്കുറിച്ച് പരാതി പറയാതെ ഉള്ളതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനും, ഉള്ള കഴിവുകളെ ഉപയോഗിച്ച് ദൈവത്തിന് വേണ്ടി അധ്വാനിക്കാനും, ദൈവത്തോട് ചേർന്ന് നിൽക്കാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. വചനം നമ്മളെ അതിനെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും ആഗ്രഹിച്ച് ആരാധനയിൽ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയിലെ ഈശോ നമ്മുടെ മുമ്പിലുണ്ട്. ജീവിക്കുന്ന ദൈവം, നമ്മളെ ഓരോരുത്തരെയും കാണുന്ന ഈശോ. നമ്മൾ ആരുടെ വചനങ്ങളാണോ കേട്ടത്, അതേ ദൈവം നമ്മുടെ മുമ്പിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ സന്നിഹിതനായിരിക്കുകയാണ്. ഈ സമയം നിങ്ങളുടെയൊക്കെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ വചനത്തിലൂടെ കേട്ടു, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ദാനങ്ങൾ അത് ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കണം, സമൂഹത്തിന് വേണ്ടി വിനിയോഗിക്കണം. ദൈവം നൽകിയിരിക്കുന്ന ദാനങ്ങളിലെ കുറവുകളിലേക്കല്ല നോക്കേണ്ടത്, ദൈവം നൽകിയ ദാനങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് നമ്മൾ ഓരോരുത്തരും. ആ വഴിയിൽ നമുക്ക് ആവശ്യമായത് നൽകാൻ സാധിക്കുന്നത് ദൈവത്തിന് മാത്രമാണ്. ഒരു നിമിഷം നമ്മൾ പോലും അറിയാതെ, നമ്മുടെ മാതാപിതാക്കൾ അറിയാതെ, നമ്മുടെ ആരുടെയും കഴിവില്ലാതെ, നമ്മുടെ ആരുടെയും പരിശ്രമം കൂടാതെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നിരവധിയായ കഴിവുകളുണ്ട്. ആ കഴിവുകളെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം, ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് കരങ്ങൾ തുറന്നു പിടിച്ച് ദൈവം നൽകിയ നിരവധിയായ ദാനങ്ങൾക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന കഴിവുകൾ, ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന കുടുംബം, ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം, ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ജോലി,
ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം, ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന കണ്ണുകൾ, ഓരോ അവയവങ്ങളും, ശരീരത്തിൻ്റെ അവയവങ്ങൾ എല്ലാം ഓർത്ത് ഒരു നിമിഷം ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ദൈവം നൽകിയിരിക്കുന്ന ദാനങ്ങളെ ഓർമ്മിക്കുക, അതിനെ വിസ്മരിക്കരുത്. ഒരു നിമിഷം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവം നൽകിയിരിക്കുന്ന എല്ലാ ദാനങ്ങളും ദൈവത്തിൻ്റെ കാൽച്ചുവട്ടിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒരു നിമിഷം ഇരു കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചു പിടിച്ച് നിങ്ങളുടെ ജീവിതത്തിലുള്ള കുറവുകളെക്കുറിച്ച് ഓർത്ത് കർത്താവിന് മുമ്പിൽ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കുറവുകളെ മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞു നടക്കാനല്ല, കുറവുകളുമായിട്ട് നീ വരേണ്ടത് ദൈവത്തിൻ്റെ മുമ്പിലേക്കാണ്. നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അത് നീ ജീവിച്ചതിൻ്റെ കൂടെ നീ ജീവിച്ചപ്പോൾ നിനക്ക് ലഭിച്ചതോ നിൻ്റെ ജന്മനാ ഉള്ളതോ ആവട്ടെ, എന്ത് കുറവുകളാണെങ്കിലും കൊണ്ടുവരേണ്ടത് ദൈവത്തിൻ്റെ മുമ്പിലേക്കാണ്. അന്ധനായ മനുഷ്യൻ, ജന്മനാ അന്ധനായവൻ, അതുപോലെ തന്നെ തളർവാദ രോഗിയായ മനുഷ്യൻ, ജന്മനാ ഉള്ളതല്ല, പിന്നീട് എപ്പോഴോ ആയത്. കുഷ്ഠരോഗി, അവൻ ജന്മനാ കുഷ്ഠരോഗിയല്ല, പിന്നീട് എപ്പോഴോ ആയതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മുമ്പിലേക്ക് അവർ കൊണ്ടുവന്നത്. കാരണം നീ ജനിച്ചപ്പോഴുള്ള കുറവാണെങ്കിലും നിൻ്റെ ജീവിതത്തിലൂടെ ഉണ്ടായ കുറവാണെങ്കിലും ആ കുറവുകൾ പരിഹരിക്കാൻ ഒരേ ഒരാൾക്കേ ഈ ഭൂമിയിൽ സാധിക്കൂ, അത് യേശുവിന് മാത്രമാണ്. നിൻ്റെ കുറവിനെ ഓർത്ത് നീ മറ്റുള്ളവരുടെ മുമ്പിൽ പരാതിപ്പെടാതെ, നീ കുറവുകളുമായി മറ്റുള്ളവരുടെ മുമ്പിലൂടെ നടക്കാതെ നിൻ്റെ കുറവുകളെ നീ ഇപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കുക. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, ദൈവത്തിനൊന്നും അസാധ്യമല്ല. കർത്താവേ, എൻ്റെ കുറവുകളിലേക്ക് നീ കടന്നു വരണമേ. കർത്താവേ, എൻ്റെ കുറവുകളിൽ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, ഇപ്പോൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കുറവുകളെ ഓർത്ത് വേദനിക്കുന്ന, കുറവുകളുടെ മേഖലയിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും ഇപ്പോൾ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഒത്തിരി ഹൃദയ വ്യഥയോടെ അങ്ങയെ സമീപിക്കുന്ന, ഒത്തിരി വേദനയോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, കുറവുകളെ ഓർത്ത് സങ്കടപ്പെടുന്ന, ഒത്തിരിയേറെ വേദനിക്കുന്ന, ഭാരിക്കുന്ന മനസ്സുമായി നിൽക്കുന്ന ഓരോ മക്കളെയും ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഇപ്പോൾ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവരുടെ കുറവുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മേഖലയിൽ കൃപയൊഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ മാറട്ടെ, രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, ശാരീരിക അസ്വസ്ഥതകൾ മാറട്ടെ, ജന്മനാ ഉള്ള ചില രോഗാവസ്ഥകൾ പോലും മാറട്ടെ, ജന്മനാ ഉള്ള ചില അവസ്ഥകൾ പോലും മാറട്ടെ. കർത്താവെ, ഈ മക്കളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തികൾ മൂലമോ മറ്റേതെങ്കിലും വ്യക്തികൾ മൂലമോ കടന്നു വന്നിരിക്കുന്ന എല്ലാ അവസ്ഥകളും, കുറവിൻ്റെ അവസ്ഥകളും മാറട്ടെ. സാമ്പത്തിക പ്രതിസന്ധികളിൽ ഈശോയെ അങ്ങ് ഇപ്പോൾ ഉത്തരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വസമ്പന്നനായ ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശുവിലൂടെ കുരിശിൽ ഒരു ദരിദ്രനെ പോലെ മരിച്ച യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തിക മേഖലയിൽ അനുഗ്രഹം വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും ഇപ്പോൾ അഴിയട്ടെ. ഈ വചനം കേട്ട് ഈ ആരാധനയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ സാക്ഷ്യം പറയുവാൻ തക്ക വിധത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. കരങ്ങൾ കൂപ്പി വിശുദ്ധ കുർബാനയിലേക്ക് നോക്കി നമുക്ക് നിൽക്കാം. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ ദൈവത്തെ സ്വീകരിക്കുക. നീ ചോദിച്ചത് ലഭിച്ചു കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുക, ലഭിക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തിൽ ഏറ്റെടുക്കുക, ഒപ്പം നല്ല തീരുമാനങ്ങൾ എടുക്കുക. ദൈവം എനിക്ക് ജന്മനാ എനിക്ക് നൽകിയിരിക്കുന്ന കഴിവുകൾ, ആ കഴിവുകൾ ഞാൻ പരമാവധി ഉപയോഗിക്കും. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ ഞാൻ വർദ്ധിപ്പിക്കും. തീരുമാനമെടുക്കട്ടെ. അപ്പോൾ കർത്താവ് നിനക്ക് കൂടുതൽ നൽകും. ദൈവം നിന്നെ കൂടുതൽ അനുഗ്രഹിക്കും. മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് നോക്കാതെ, ഏതെങ്കിലും വ്യക്തിയുടെ കുറവുകളെ പെരുപ്പിച്ച് കാണിക്കാതെ ആ വ്യക്തിയുടെ കഴിവുകൾ കണ്ടെത്താൻ ശ്രമിക്കണം. തീരുമാനമെടുക്കുക. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മക്കളുടെ കഴിവ്, നിൻ്റെ ജീവിത പങ്കാളിയുടെ കഴിവ്, നിൻ്റെ മാതാപിതാക്കളുടെ കഴിവ്, നീ കണ്ടുമുട്ടുന്ന വ്യക്തികളുടെ കഴിവുകൾ കണ്ടെത്താനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. അല്പമേ ഉള്ളുവെങ്കിലും അതിലൂടെ കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, മാനസാന്തരവും മാറ്റവും നൽകണമേ. വിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഈശോ കൈ ഉയർത്തി ആശീർവദിക്കുന്നത് ഹൃദയത്തിൽ കണ്ട് പ്രാർത്ഥിക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളുടെ മേഖലയിൽ കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ അലിയുവാൻ വരണേ.